നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപ്പൻ, ചെമ്പോത്ത്, ഈശ്വരൻ കാക്ക, ചകോരം എന്നിങ്ങനെ പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ. ഉപ്പനെ ശകുനം കണ്ടു പോയാൽ നമ്മളെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് രാമപുരത്തു വാര്യർ അദ്ദേഹത്തിന്റെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കുചേലൻ തന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയപ്പോൾ കുചേലന് കൈവരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചില ശകുന സൂചനകളിലൂടെ ഉപ്പൻ നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ ഒരു ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു. അതായത് ഉപ്പൻ ചിലയ്ക്കുന്നത് കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണം എന്ന് ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഒരുപ്പൻ ശബ്ദമുണ്ടാക്കുമ്പോൾ അത് കേട്ട് മറ്റൊരുപ്പൻ ചിലയ്ക്കുന്നതും ശുഭസൂചകമായിട്ട് പറയപ്പെടുന്നു. ശകുനശാസ്ത്രത്തിൽ കാക്കയ്ക്ക് എപ്രകാരമാണോ പ്രാധാന്യമുള്ളത് അപ്രകാരം തന്നെയാണ് ഉപ്പനും പ്രാധാന്യമുള്ളത്. നമുക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും മോശം കാര്യങ്ങളെക്കുറിച്ചും കാക്കകൾ നൽകുന്ന സൂചനകൾ പോലെ തന്നെ ഉപ്പനും നൽകാറുണ്ട്. അതുപോലെ നമ്മൾ യാത്രയ്ക്കിറങ്ങുമ്പോൾ ഉപ്പൻ ചിലച്ചുകൊണ്ട് വലത്തോട്ട് പറക്കുന്നത് കണ്ടാലും ഇടത്തോട്ട് പറക്കുന്നത് കണ്ടാലും ഏത് ദിശയിലേക്ക് പറന്നാലും ആ യാത്ര ശുഭകരമാകുന്നതാണ്. ഉപ്പൻ നമ്മുടെ വീട്ടിലോ പരിസരത്തോ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വന്നിരുന്ന് ശബ്ദമുണ്ടാക്കിയാൽ ഉറപ്പാണ് നമ്മളെ തേടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ തേടി ഒരു ശുഭവാർത്ത, ഒരു സന്തോഷ വാർത്ത വന്നു ചേരുന്നതാണ്. കൂടാതെ മറ്റു പക്ഷികൾ കൂട് കൂട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഉപ്പൻ നീലക്കൊടുവേലിയുടെ വേരുകൾ കൊണ്ടാണ് കൂട് കൂട്ടുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. നീലക്കൊടുവേലിയുടെ വേരുകൾ ഉപ്പന് മാത്രമാണ് തിരിച്ചറിയാൻ സാധിക്കുക. അത്രയ്ക്കും ദൈവികതയുള്ള പക്ഷിയാണ് ഉപ്പൻ. നീലക്കൊടുവേലിയുടെ കഥ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല. എങ്കിലും ഉപ്പനെ ചുറ്റിപ്പറ്റി ഇതുപോലെ ഒരു കഥയും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഉപ്പൻ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വന്നു കഴിഞ്ഞാൽ ഓർക്കുക, നിങ്ങളെ തേടി ഒരു ശുഭവാർത്ത ഉറപ്പായിട്ടും വരുന്നതാണ്. അതുപോലെ ഉപ്പനെ ശകുനം കണ്ട് യാത്ര പോയാൽ ഉദ്ദേശിച്ച കാര്യം ശുഭകരമാകുന്നതും ആണ്. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഉപ്പൻ വരാറുണ്ടോ എന്ന് കമന്റിലൂടെ അറിയിക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.